ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. യൂട്യൂബിൽ ഇതുപോലത്തെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. കേടുകൂടാണ്ട് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു തരത്തിലാണ് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് പച്ചമാങ്ങ എടുത്തിട്ട് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഈ മാങ്ങയിലുള്ള വെള്ളയിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാകാറ്. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല വേഗം പൂപ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ മാങ്ങയും ഇതുപോലെ തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കുക. അതിന് ശേഷം ഈ മാങ്ങ ഓരോന്നും ഇതുപോലെ കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ചെറിയ കഷ്ണാക്കറ് കുറച്ച് വലിയ കഷ്ണാക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ കോട്ടൺ തുണി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ആ ഒരു വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് കളയുക. ഇങ്ങനെ വേണമെന്നില്ല, പക്ഷേങ്കിൽ കുറേ നാൾ നമുക്ക് കേടുകൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഐഡിയ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അച്ചാറുണ്ടാക്കുന്ന നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞിട്ടാകുമ്പം മാങ്ങ ഇട്ട് കൊടുക്കുക. നേരത്തെ മുറിച്ച് വെച്ച് ആ മാങ്ങ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ചൊരു സോഫ്റ്റ് ആകുന്നവരെ, അധികം സോഫ്റ്റ് ആകണ്ട, കുറച്ചൊരു സോഫ്റ്റ് ആകുന്നവരെ ആ നല്ലെണ്ണയിൽ കിടന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, നല്ലെണ്ണ. അങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം അതിങ്ങോട്ട് കോരി മാറ്റുക. പിന്നെ വേണ്ടത് വറ്റൽമുളക്, കടുക്, ഉലുവ. ഇത് നല്ലോണമല്ല, ഒരു കുറച്ചൊന്ന് പൊടിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം ഇതൊരു തണിഞ്ഞിട്ടാകുമ്പോൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ എണ്ണയില്ലേ, അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഇട്ടിട്ട് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഇളക്കുക. ഒന്ന് മുളക് പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നേരത്തെ ഞാൻ മാങ്ങയിൽ കുറച്ച് ഉപ്പിട്ടിനെ പറയാൻ വിട്ടുപോയി. കുറച്ച് ഉപ്പിട്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ മസാലക്കൂട്ട് അതും കൂടി അതിലേക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഒരു വെള്ളത്തിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്തിട്ട് നല്ലോണം ആ മസാലയെല്ലാം മാങ്ങയിലൊന്ന് പിടിക്കുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നല്ല മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടമായവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളെപ്പോഴും വേറെ തരം അച്ചാർ കൂട്ടി അതും അടുത്തവർക്ക് ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഇതാണ്. നല്ല മാങ്ങയെല്ലാം അടിഞ്ഞിട്ട് നല്ല സോഫ്റ്റായിട്ട്. ഇതിപ്പോഴൊന്നും എടുക്കാൻ പാടില്ല, കുറച്ചൊരു 2 മാസമെങ്കിലും നമ്മൾ ഭരണിയിലോ അല്ലെങ്കിൽ കുപ്പികളിലോ സൂക്ഷിക്കണം.
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലൊരു ഭരണിയിലാണ് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത്. ഇതുപോലൊരു ഭരണിയിലാക്കിയിട്ട് 1-2 മാസം അത് നല്ലോണം തുണി കൊണ്ട് മൂടിക്കെട്ടി അടച്ചട വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് എടുക്കുമ്പോൾ ഇതിൻ്റെ ശരിക്കും യഥാർത്ഥ ടേസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.